വെള്ളൂർ പഞ്ചായത്തിലെ 2, 3, 4 വാർഡുകളിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് CPM-ന്റെ നേതൃത്വത്തിൽ ജനകീയ സമരം സംഘടിപ്പിച്ചു. കഴിഞ്ഞ 10 ദിവസത്തിന് മുകളിലായി പമ്പിംഗ് സ്റ്റേഷന് മുന്നിൽ പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുകയാണ്. പൈപ്പ് പൊട്ടിയത് ഏത് ഭാഗത്താണ് എന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്ന വിശദീകരണമാണ് വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർ നൽകുന്നത്. തീരുമാനമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത CPM വെള്ളൂർ ലോക്കൽ സെക്രട്ടറി TV രാജൻ പറഞ്ഞു. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, ഇവിടുത്തെ പൊതുപ്രവർത്തകരായിട്ടുള്ള ഓരോരുത്തരും, ഇവിടുത്തെ AXE, ഇവിടുത്തെ AE, ഇവിടുത്തെ സൂപ്പർവൈസർ, ഇവരെല്ലാം വിളിക്കുകയാണ്. ഒരാൾ പോലും കൃത്യമായിട്ടുള്ള ഉത്തരം തരാൻ പറ്റുന്നില്ല. കഴിഞ്ഞ 10 ദിവസമായി നാണമില്ലേ നിങ്ങൾക്ക്? നിങ്ങളുടെ പമ്പിംഗ് സ്റ്റേഷന്റെ നേരെ ഫ്രണ്ടിലാണ് പൈപ്പ് പൊട്ടി ശുദ്ധജലം പാഴാവുന്നത്. ഈ ശുദ്ധജലം പാഴായി പോകുന്ന പൈപ്പിന്റെ ഉറവിടം ഇത് എവിടെ നിന്നാണ് പൊട്ടിയെന്ന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞ 10 ദിവസമായി നിനക്കൊന്നും കഴിഞ്ഞില്ലെങ്കിൽ എന്തിനാണ് നീയെല്ലാം സർക്കാരിന്റെ ശമ്പളം വേണ്ടി വാങ്ങുന്നത്? ഈ പണി നിർത്തി തൂമ്പാ പണിക്ക് പോകണം. നിനക്കൊന്നും പറ്റിയ പണിയല്ലത്. ഈ ജനങ്ങൾ കുടിക്കാതെ, വെള്ളം കുടിക്കാതെ കിടക്കുവാണ്. അവന്റെയൊക്കെ മുഖത്തെ കാർപ്പിച്ച് തൂക്കിക്കൊണ്ട് സർക്കാർ കൊടുത്ത വണ്ടിയിൽ ഞെളിഞ്ഞിരുന്ന് കേരള വാട്ടർ അതോറിറ്റിയുടെ വണ്ടിയിൽ തെക്കോട്ടും വടക്കോട്ടും നടക്കാൻ നിനക്കൊന്നും നാണമില്ലേ? CPIM ലോക്കൽ കമ്മിറ്റി അംഗം കുമാരി അധ്യക്ഷയായിരുന്നു. ലോക്കൽ കമ്മിറ്റി അംഗം ജിജോ മാത്യു, NCP നേതാവ് TV ബേബി, CPI നേതാവ് CM ബേബി, മുൻ പഞ്ചായത്ത് അംഗം ലിസി ജോയി, CPI ലോക്കൽ കമ്മിറ്റി അംഗം പ്രതീഷ്, അമൽ ഭാസ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു. 24 മണിക്കൂറിനുള്ളിൽ വെള്ളം എത്തിക്കുമെന്ന് വാട്ടർ അതോറിറ്റി അധികൃതർ ഉറപ്പ് നൽകിയതോടെയാണ് ധർണ അവസാനിപ്പിച്ചത്.